കൊന്നപ്പൂവും വിഷുപക്ഷിയും. ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമാർ എന്നിവിടങ്ങളിൽ വളരുന്ന ചെറുവൃക്ഷമാണ് കണിക്കുന്ന. തായ്ലാന്റിന്റെ ദേശീയ വൃക്ഷവും ദേശീയ പുഷ്പവും കണിക്കുന്നയാണ്. മലയാളികളുടെ വിശേഷിച്ചും ഹൈന്ദവരുടെ ഉത്സവമായ വിഷുവുമായി കണിക്കുന്ന അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിഷുവിന് കണികണ്ടുണരാൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ പ്രധാനമാണ് കണിക്കുന്ന പൂക്കൾ. കണിക്കുന്ന എന്ന പേര് ലഭിച്ചതും ഈ ആചാരത്തിൽ നിന്നാണ്. പ്രകൃതി വിഷുവിനെ വരവേൽക്കുന്നതിന്റെ അടയാളമായാണ് കൊന്നപ്പൂക്കൾ വിരിയുന്നത്. മഞ്ഞ നിറം സ്വർണത്തെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു. വിഷുക്കണിയിൽ സ്വർണപ്പൂക്കൾ എന്ന നിലയിലാണ് കൊന്നപ്പൂക്കൾ ഉപയോഗിക്കുന്നത്. ഇത് വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. കണ്ണന്റെ വിഗ്രഹത്തിനൊപ്പം ഓട്ടുരുളിയിൽ കൊന്നപ്പൂക്കൾ വയ്ക്കുന്നത് കണി കാണുന്നവർക്ക് പോസിറ്റീവ് ഊർജ്ജം നൽകുന്നു എന്നാണ് വിശ്വാസം. കുലയായി താഴേക്കു തൂങ്ങിക്കിടക്കുന്ന മഞ്ഞ പൂക്കളാണ് കണിക്കുന്നയെ ആകർഷകമാക്കുന്നത്. ഫെബ്രുവരി മുതൽ 3-4 മാസങ്ങളാണ് കണിക്കുന്നകളുടെ പൂക്കാലം. മറ്റു കാലങ്ങളിലും ഭാഗികമായി പൂക്കാറുണ്ട്. കണിക്കുന്നയ്ക്ക് ഏറെ ഔഷധഗുണങ്ങളുണ്ട്. വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾ ശമിപ്പിക്കാൻ കൊന്നപ്പൂക്കൾ ഉപയോഗപ്പെടുത്താറുണ്ട്. രക്തശുദ്ധി ഉണ്ടാക്കാനും മലബന്ധം മാറ്റുവാനും ഈ പൂക്കൾ ആയുർവേദ വൈദ്യന്മാർ ഉപയോഗപ്പെടുത്തുന്നു. കൊന്നയുടെ തോലുകൊണ്ടുള്ള കഷായം ത്വക് രോഗങ്ങൾ അകറ്റുമെന്നും ആയുർവേദ വിധികളിൽ പറയുന്നു. വിഷുപക്ഷി. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ചൈനയുടെ വടക്കേ ഭാഗം, റഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം പക്ഷിയാണ് വിഷുപക്ഷി. ചെക്കേക്ക് പുണ്ടോക്കുയിൽ, അച്ചൻ കൊമ്പത്ത്, ഉത്തരായനക്കിളി, കതിരുകാണാക്കിളി തുടങ്ങി പ്രാദേശികമായ പല പേരുകളിലും ഈ കുയിൽ അറിയപ്പെടുന്നു. പ്രധാനമായും വിഷു ഉത്സവകാലത്തിനോട് അടുപ്പിച്ചാണ് ഈ കിളിയുടെ ഗംഭീര ശബ്ദം കേട്ടു തുടങ്ങുന്നത് എന്നതിനാലാണ് ഇതിനെ വിഷുപക്ഷി എന്ന് വ്യാപകമായി വിളിക്കുന്നത്. പ്ലാവുകളിൽ ചക്ക വിളയുന്ന കാലവും ഇതുതന്നെയാണ്. മേടമിടവം ഏപ്രിൽ മെയ്. വീട്ടമ്മമാർ ചക്കപ്പുഴുക്കുണ്ടാക്കുന്ന കാലം. അപ്പോഴാണ് ചക്കേക്ക് പുണ്ടോ എന്ന് മുഴങ്ങുന്ന ഓർമ്മപ്പെടുത്തലുമായി ഈ ചെറിയ കുയിൽ എത്തുന്നത്. ചക്കേക്ക് പുണ്ടോ, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു, കണ്ടാമിണ്ടണ്ട എന്നിങ്ങനെ പല വിധത്തിൽ ഈ കുയിലിന്റെ ശബ്ദം കുട്ടികൾ അനുകരിച്ചു കളിക്കാറുണ്ട്. നാണം കുണുങ്ങി പക്ഷിയായതു കാരണം കണ്ടുകിട്ടുക എളുപ്പമല്ല. ആൺപക്ഷിയും ഏകദേശം പെൺപക്ഷിയും ഒരുപോലെയിരിക്കും. പെൺപക്ഷിയുടെ കഴുത്തിൽ ആൺപക്ഷിയെ അപേക്ഷിച്ച് ചെറുതായി മങ്ങിയ ചാരനിറമാണ്. നെഞ്ചിലും വാലിലും കൂടുതൽ ബ്രൗൺ നിറവുമായിരിക്കും. ഏപ്രിൽ മുതൽ ആഗസ്റ്റ് വരെയാണ് ഇന്ത്യയിൽ മുട്ടയിടുന്ന കാലം. കാക്കയുടെയും കാക്കത്തമ്പുരാട്ടികളുടെയും കൂട്ടിലാണ് മുട്ടയിടുന്നതു. കൂട്ടിലെ ഒരു മുട്ട കൊത്തി കുടിച്ചു ആ തോടുമാറ്റിയാണ് മുട്ടയിടുന്നതു. മുട്ട വിരിയാൻ 12 ദിവസമാണ് വേണ്ടത്.